മുസ്ലിം ഇതരാംഗങ്ങളെയും വനിതകളെയും വഖഫ് കൗൺസിൽ ബോർഡിനുള്ളിൽ ഉൾപ്പെടുത്തണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ വഖഫ് നിയമ ഭേദഗതി ബില്ലിലുണ്ടെന്ന് റിപ്പോർട്ട്. 40-ലധികം ഭേദഗതികളുമായാണ് ബിൽ പുറത്തിറങ്ങുന്നത്. ബില്ലിന്റെ പകർപ്പ് എംപിമാർക്ക് വിതരണം ചെയ്തു. വഖഫ് സ്വത്ത് രജിസ്ട്രേഷനായി കേന്ദ്ര പോർട്ടൽ യാഥാർത്ഥ്യമാകുമെന്ന് ഭേദഗതിയിലുണ്ട്. 11-അംഗ ബോർഡിൽ 2 പേർ വനിതകളായിരിക്കും. മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്ന് 2 പേർ, എംപിമാർ, MLA മാർ, അതാതിടങ്ങളിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ബോർഡിൽ ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം. മുസ്ലിങ്ങളിലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രാതിനിധ്യവും ഉറപ്പാക്കണമെന്ന് ബിൽ നിർദ്ദേശിക്കുന്നു. വഖഫ് സ്വത്തുക്കളെന്ന് അവകാശപ്പെടുന്ന ഭൂമി കർശന പരിശോധനകൾക്ക് വിധേയമാകും. തർക്കഭൂമിയിൽ സർക്കാർ നിലപാട് നിർണായകമായിരിക്കും. റവന്യൂ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ച് മാത്രമേ സ്വത്തുക്കൾ വഖഫിലേക്ക് മാറ്റാനാകൂവെന്നും ഭേദഗതിയിൽ നിർദ്ദേശിക്കുന്നു. മുസ്ലിം ലീഗും കോൺഗ്രസും ബില്ലിനെതിരെ പ്രതിഷേധം അറിയിച്ചു. വഖഫ് സ്വത്തിന്റെ അന്തസ്സത്ത് തകർക്കുന്ന ബില്ലാണിതെന്ന് ET മുഹമ്മദ് MP പ്രതികരിച്ചു. വഖഫ് ബിൽ പാസായി വന്നാൽ വഖഫ് സ്വത്തുക്കൾ കയ്യേറ്റക്കാർക്ക് സ്വന്തമായി മാറ്റാൻ കഴിയും. ഏറ്റവും വലിയ കയ്യേറ്റക്കാർ സർക്കാർ തന്നെ ആവുമെന്ന് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു.